അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ എല്ലാമായ കൂട്ടുകാരെ, നബി സ്നേഹത്തിന്റെ തിരുവേദിയിലാണല്ലോ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ലോകത്തിന് തന്നെ കാരുണ്യമായി വന്നിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മുത്തറസൂൽ തങ്ങൾ എല്ലാവരോടും സ്നേഹം കാണിച്ചു. ദീനിന്റെ കാര്യത്തിലല്ലാതെ ഒരാളോട് പോലും മുത്തറസൂൽ തങ്ങൾ കയർത്തു സംസാരിച്ചിട്ടില്ല. അവിടുത്തെ തിരുജീവിതം ഒരു മനുഷ്യൻ ഒരു ഭൂമിയിലെ ഇതര മനുഷ്യരോടും സഹജീവികളോടും എങ്ങനെ വർത്തിക്കണം എന്നതിനുള്ള ഉത്തമ ദർശനമായിരുന്നു. തന്റെ 8ാം വയസ്സ് മുതൽ നബിയോടൊത്ത് സേവകനായി അനുചാരകനായി ജീവിച്ച സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എന്നോട് മുത്തറസൂൽ തങ്ങൾ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും റസൂൽ തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇസ്ലാം മതത്തിന്റെ സമുന്നത നേതാവും മദീനയുടെ രാജാവുമായിരിക്കെ വേദന അനുഭവിക്കുന്നവരെ കണ്ടാൽ റസൂൽ തങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുമായിരുന്നു. ഒരു പെരുന്നാൾ ദിവസം തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി പള്ളിയിലേക്ക് പോകുന്ന സമയം വഴിയരികിൽ ഒരു കൊച്ചു ബാലൻ ദുഃഖത്തോടെ ഇരുന്ന് കരയുന്നത് നബിയുടെ കണ്ണിൽപ്പെട്ടു. ഇത് കണ്ട റസൂൽ തങ്ങൾ പെട്ടെന്ന് തന്നെ അവനെ തന്റെ ചുമലിലെടുത്ത് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ ഉടൻ തന്നെ അവനെ കുളിപ്പിച്ച് പുതു വസ്ത്രങ്ങൾ അണിയിപ്പിച്ചു പറഞ്ഞു, മോനെ, ഇനി മുതൽ ഞാനാണ് നിന്റെ ഉപ്പ. ഈ കാണുന്ന ആയിഷ ബീവിയാണ് മോനെ നിന്റെ ഉമ്മ. ജന്തുജാലങ്ങളെയും പ്രകൃതിയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപോലെ സ്നേഹിച്ചു. റൂഹ് പിരിയും നേരത്ത് പോലും അവിടുത്തെ തിരു അതിരങ്ങൾ മന്ത്രിച്ചത് ഉമ്മത്തി ഉമ്മത്തി എന്നായിരുന്നു. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കിളിയുടെ നോവറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെ പിടിച്ചു വന്ന് തന്റെ അനുചരയോട് പറഞ്ഞു, മോനെ, ഈ കാണുന്ന കിളിയുടെ കുഞ്ഞുങ്ങളെ നീ തിരിച്ചു നൽകുക. അന്ത്യനാളിൽ നമ്മുടെ നരകമോചനത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന ചിത്രം ആർക്കാണ് മറക്കാൻ സാധിക്കുക? നമ്മുടെ ലോകത്തിന് അവതരിച്ച സ്നേഹത്തിന്റെ തിരുദർശനമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, സലാത്ത് ചൊല്ലുക. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ആകാശത്തിലെ താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ്, പാരിൽ പാരിൽ ശോഭ വിതറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. ആകാശത്തിലെ താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ്, പാരിൽ പാരിത ശോഭ വിതറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. കിസ്ര കൈസർ തെറ്റി വിറച്ചു, സാവതടാകം വറ്റി വരണ്ടു, ഹർഷം കൂർസും പുളകം കൊണ്ടൊരു മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. ആകാശത്തിലെ താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ്, പാരിൽ പാരിത ശോഭ വിതറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. പോരിലും കൊത്തിയ ലോകത്ത് കോലം കെട്ടൊരു കാലത്ത്, കാലം കാത്തൊരു നേരത്തെ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. ആകാശത്തിലെ താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ്, പാരിൽ പാരിത ശോഭ വിതറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. അസ്സലാമു അലൈക്കും. ഹബീബുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പുകഴ്പറ്റ കുടുംബത്തിൽ പിറന്നുള്ള സഫിയുള്ള പുകഴ്ത്തുവാൻ മനമേറെ കൊതിക്കുന്ന നബിയുള്ള, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇരുളിന്റെ കരളിൽ വെളിച്ചമായി ഹബീബുള്ള ഇറങ്ങിയോന്റെ റഹ്മത്ത ഇറങ്ങിയ ഷഫീ
നബിയുല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബുല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അനക്കർക്കും അഗദിക്കും ഗതികാട്ടി റസൂലുള്ളാ അലാ കടൽ നിറ പോലെ കൃപേകി റബീഉല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ തരുണികൾക്കിണയായി തനിയായി റസൂലുള്ളാ തരാം തരാം ഗുണഗണം പുകഴ്ത്തുന്നൻ സഫിയുള്ളാ സലാത്തുല്ലാ സലാമുല്ലാ അലാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ചെറിയ പെരുന്നാൾ വന്നാലും എന്നോട് ജന്മം നടന്നാലും ഉമ്മാടെ സന്തോഷം ഉപ്പാന്റെ ചോക്ലേറ്റ് തിന്നാലും ഉമ്മാന്റെ പായസം തന്നാലും എന്നോട് മുട്ടായി പലഹാരം വന്നാലും എന്നോളം വലിയ ആഘോഷം കല്യാണം ആഘോഷം വന്നാലും സൽക്കാരം ഏറെ കഴിച്ചാലും നെയ്ച്ചോറ് ബിരിയാണി വെച്ചാലും എന്നോളം വലിയ ആഹ്ലാദം നബിയുടെ ജന്മദിനം മുത്തക്കിങ്ങൾക്ക് പുണ്യദിനം മാനത്തും താഴ്ത്തും പൊൻകീർത്തനം മധുരസലാത്തിന്റെ പൂങ്കാവനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ എത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ പറയാൻ പോകുന്നത് നബി തങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അതിന് അല്ലാഹു തആല എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഹിജ്റയിൽ നബിയോടൊപ്പം കൂടാനും സൗറന്ന മാളത്തിൽ നബിയെ മടിയിൽ കിടത്തി ഉറക്കാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൗഹൃദം ഒന്നുകൊണ്ട് മാത്രമാണ്. പൊത്തിൻമടയായി വെച്ച കാലിൽ വിഷസർപ്പം കൊത്തിയപ്പോൾ നബിയുടെ ഉറക്കം തടസ്സപ്പെടുത്തരുത് എന്ന് കരുതി ആ കാലവിടെ കടിച്ചു പിടിച്ചതും ആ സൗഹൃദത്തിന്റെ ആയം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ദിവസം വലിയ സൗഹൃദ മല കയറുമ്പോൾ നബി തങ്ങൾ ക്ഷീണിച്ചു വരഞ്ഞപ്പോൾ തന്റെ ചുമലിലേറ്റി ആ വലിയ സൗഹൃദ മല കയറ്റിയതും ആ സൗഹൃദത്തിന്റെ ആയം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും പറ്റാണ്ടെങ്കിൽ എനിക്കും പറ്റിക്കോട്ടെ, നബി തങ്ങൾക്ക് ഒരു പോലും മേൽക്കരുതി എന്നായിരുന്നു അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്തെങ്കിലും പറ്റാനുണ്ടെങ്കിൽ എനിക്ക് പറ്റിക്കോട്ടെ, ഒരു ശൂദ്രജീവി പോലും നബിയെ സ്പർശിക്കരുത് എന്നായിരുന്നു അന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള കൂട്ടുകാർ വേറെ ആരാണുള്ളത്? ചരിത്രത്തിൽ നബിയോടൊന്നല്ല എത്ര എത്ര പ്രവാചകന്മാരെയാണ് അദ്ദേഹം മോചിപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹു അതിന് ഉത്തമ മാതൃകയാണ്. അവിടുത്തെ ചാരത്ത് മദീനത്ത് റൗള ശരീഫിന്റെ അടുത്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ചതും ആ സൗഹൃദത്തെ കൊണ്ടല്ലേ. ശാന്തനും സമാധാനപ്രിയരുമായ ഇവരെ കുറിച്ച് എത്ര പറയാനുണ്ട് നമുക്ക്. തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, റാഹത്താണ്. ഞമ്മക്കനുസരിച്ച് ഞമ്മക്ക് സുഖവും സന്തോഷവും ആവശ്യമാണല്ലോ. വലിയ അതിമോഹങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നന്നായി പോകുന്നു. മനസമാധാനത്തോടെ തന്നെ അല്ലേ? അതെ, മനസമാധാനമാണല്ലോ ഏറ്റവും വലിയ സമ്പാദ്യം. അത് പൈസ കൊടുത്താൽ പോലും കിട്ടില്ലല്ലോ.
താനങ്ങോട്ടേക്ക് കൂര കൂരിട്ട് ചൂട്ടും കത്തിച്ച്. ഓ അപ്പൊ നീ അറിഞ്ഞില്ലേ, നമ്മളെ മുഹമ്മദ് വീരാനാജിന്റെ വീട്ടിൽ ലബിലെന്ന് വെച്ചാ വലിയ മൗലൂദ് മജ്ലിസ് ഉണ്ട്. ഓ ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു. ഓർമ്മിപ്പിച്ചത് നന്നായി. ബീരാനാജി ആളൊരു ശുചായ. കഴിഞ്ഞ കൊല്ലം 10ഓളം ആടിനടുത്തായിരുന്നില്ലേ ബിരിയാണി വെച്ചത്? ഇക്കുറി എത്രയാണാവോ? വാപ്പ ഉപ്പാപ്പന്മാരായി തുടങ്ങി വെച്ച റബീഉൽ അവ്വൽ മൗലൂദും ഒരു കൊല്ലം മൂപ്പര് മുടങ്ങാടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഉസ്താദുമാരുടെ മൗലൂദ് സൂപ്പറാ. എന്തൊക്കെ രീതിക്കാവല് ചെല്ലണത്. ഇത് ഇങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റുന്ന ഇപ്പോഴാണ് മനസ്സിലാവണത്. ചൊല്ലി ചൊല്ലി ഈമാനും ഉല്ലാസമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ആ പഴയ രീതി അതൊന്ന് വേറെ തന്നെയാ. അതൊക്കെ നിന്റെ തോന്നലാ. പഴമയിൽ മാത്രം അള്ളി പിടിച്ചിരിക്കാതെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വരും. നല്ല മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെ ലോകം തിരിയാത്തവരായി വിലയിരുത്തപ്പെടും. ആയിക്കോട്ടെ, ഞാൻ തർക്കിക്കാനില്ല. പക്ഷെ ഇതൊക്കെ എന്ത് മൗലൂദ്? നമ്മുടെ ചെറുപ്പാലത്തല്ലായിരുന്ന മൗലൂദായിരുന്നത്? റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു ആഘോഷ റബീഉൽ അവ്വൽ. സർവ്വ വീട്ടിലും മൗലൂദല്ലേ. എന്നാലോ രാവിലെ 10 മണിക്ക്, ഉച്ചക്ക് അസറിന്, മഗ്‌രിബിന്, ഇശാക്ക്, നട്ടപ്പാതിരക്ക് വരെ ഉസ്താദുമാർ പാഞ്ഞു നടന്നു കുഴങ്ങും. പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് മൗലൂദിനായിട്ട് എത്ര ചെലവാക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. പണ്ടുണ്ടായിരുന്ന മുതലാളിമാർ വരെ മൗലൂദിനായി ലക്ഷങ്ങൾ ചെലവാക്കിയിരുന്നു. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ഇർബൽ ഭരിച്ചിരുന്ന മുളഫരാജാവിനെ പറ്റിയും കേട്ടിട്ടില്ലേ? പിന്നെന്താ, റബീഉൽ അവ്വൽ വന്നാൽ ആ നാട്ടിൽ ഭയങ്കര ആഘോഷം. മൗലൂദ് കിതാബ് ഉണ്ടാക്കിക്കൊടുത്ത ഷെയ്ഖ് ഇബ്നു ആദിയത്തിന് 1000 പൊന്നോടുത്ത രാജാവ്. കൂടാതെ ഉലമാക്കളെയും സൂഫുകളെയും വിളിച്ചു വരുത്തി മൗലൂദ് കഴിക്കും. എന്നിട്ട് 5000 ആട്, 10,000 കോഴി. കോഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ സ്റ്റാളിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കോഴി അല്ല, നല്ല നാടൻ കോഴി. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ വിവിധ തരം ഹലുവ. വിളിച്ചു വരുത്തിയ ആളുകൾക്കെല്ലാം കൈ നിറയെ പണം, പാരിതോഷികം വേറെ. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്നാമാണ് പ്രതിവർഷം ഇതിനായി ചെലവാക്കുന്നത്. ഓ കേട്ടിട്ട് തന്നെ കുളിര് കോരുന്നു. അപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി വെച്ച സംഗതിയല്ലാന്ന് ചുരുക്കം. അല്ലല്ലോ, മൗലൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം മുതൽക്കേ നടപ്പുള്ള കാര്യമാണ്. തന്റെ പ്രിയ പത്നി ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടുകാരികളെ ക്ഷണിച്ച് ആടർത്ത് സദ്യ നടത്തുകയും അവരുടെ ബീവിയുടെ മധുക്കൾ പറഞ്ഞിരുന്നു മാലിമ്യങ്ങൾ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? പക്ഷേ ഇന്ന് ഇത്തരം സദസ്സുകൾ കുറഞ്ഞു വരികയാണല്ലോ. അതിന്റെ ഫലവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എന്തെല്ലാം ആപത്ത് മുസീബത്തുകളാണ് നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്ന് എവിടെയൊക്കെ ആശുപത്രികൾ, എത്രയൊക്കെ ഡോക്ടർമാർ, എന്നിട്ടും ദീന തന്നെ കൂടി വരികയല്ലേ. പുതിയ പുതിയ അസുഖങ്ങളുടെ പേര് കേട്ടാൽ റളിയല്ലാഹു ചെല്ലാൻ തോന്നും. മനുഷ്യൻ എന്ത് നേടിയിട്ടെന്താ, എത്ര അഹങ്കരിച്ചിട്ടെന്താ? ഒരു ചെറുവാണു, കണ്ണിന് കാണാൻ പറ്റാത്ത സാധനം. അള്ളാഹുവിനെ നിസ്സാര സൃഷ്ടി തോൽപ്പിച്ചു കളഞ്ഞില്ലേ മനുഷ്യനെ. പിന്നെന്താ, ഈ അടുത്തല്ലേ ഇപ്പൊ വീണ്ടും ബത്തി വിടർത്തിയത്? സ്കൂളും മദ്രസും എല്ലാം പൂട്ടി. ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. മൗലൂദ് മൗലൂദ് ദായിമാക്കുന്ന വീട്ടിൽ രോഗവും ദുരിതവും വരില്ല എന്ന് ഉസ്താദുമാർ പറയുന്നുണ്ടല്ലോ. പക്ഷേ ശരിയാ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ ചില കുരു പൊട്ടുന്ന കൂട്ടരുണ്ട്. മൗലൂദ് ശിർക്കും കുഫ്റും ആക്കി നടക്കുന്നവരല്ലേ? അതെ. ബാങ്ക് കൊടുക്കുമ്പോൾ കുറുക്കന്മാരെ ഓരിടുന്നത് നീ കേട്ടിട്ടില്ലേ? എന്നിട്ട് അവർ ബാങ്കുകളി നിർത്തിയിട്ടില്ലല്ലോ അല്ലേ? പഠിച്ച പാട്ടർ പാടട്ടെ. റബീഉൽ അവ്വൽ വന്നാൽ ഹാലിളകുന്ന 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് ശൈത്താനും, രണ്ടാമത്തേത് ചെങ്ങായിമാരും. അവരങ്ങനെ ഓരിടട്ടെ, കൊല്ലു പൊട്ടുമ്പോൾ നിർത്തിക്കോളും. സ്വന്തം കുട്ടികളുടെ ജന്മദിനത്തിന് ലക്ഷങ്ങൾ ചിലവഴിച്ച് ആഘോഷിക്കുന്നവരാണ് ഇവരധികവും. മുത്ത് റസൂലുള്ളാഹിയോട് മാത്രമല്ല അലർജിയാ. നബി ജനിച്ചതും റബീഉൽ അവ്വൽ 12-ന്, വഫാത്തായതും 12-ന്. നബി വഫാത്തായ ദിവസം ആഘോഷിക്കുകയല്ലേന്ന് റൊഹാബി. നമുക്ക് നബിയുടെ ജന്മം ആഘോഷിക്കാം. അവരെന്നാ കരഞ്ഞ് കണ്ണീർ വാർത്ത തലമുറയിട്ടോട്ടെ, അല്ലാതെ ഈ അല്പന്മാരോട് എന്തു പറയാനാ? അതെ, തെളിവും ലക്ഷ്യങ്ങളും നമ്മുടെ ഉസ്താദ്മാർ കുറെ നേർത്തിയതാ. എന്നിട്ടും താൻ പിടിച്ച മൊഴിന് 3 കൊമ്പെന്നും പറഞ്ഞിരിക്കുകയാണ് അവർ. സിദ്ധാന്തത്തിന് മരുന്ന് പുളിവാറലാണ്. അതെ. അല്ലോ, സംസാരിച്ച് നേരം പോയി. വീരാനാജിന്റെ വീട്ടിലെ മൗലൂദ് മറന്നോ? വേഗം പോകാം. മൗലൂദിന് തുടക്കം മുതലേ കൂടണം, അതാണല്ലോ അതിന്റെ ഒരു ഇത്. തീർച്ചയായും അത് തന്നെ അതിന്റെ ഒരു ഇത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താപ്പ ഈ നേരത്തെ പതിവില്ലാതെ ഇവിടെ? ഞാനിവിടുത്തെ നബിദിന പരിപാടി കേൾക്കാൻ വന്നതാ. ഓ, അത് നന്നായി. എല്ലായിടത്തും കൂടുന്നത് നല്ലതാ. അവിടെ മദ്രസയിൽ എന്നാണ് പരിപാടി കഴിഞ്ഞോ? അവിടെ ഇക്കുറെ പരിപാടി ഞങ്ങൾ ഒരു ചടങ്ങിൽ ഒതുക്കി. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നബിദിന പിരിവിനടത്തി വലിയ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ മോശമല്ലെന്ന് കമ്മിറ്റിക്കൊരു അഭിപ്രായം. അതെന്റെ സാഹചര്യത്തിന് എന്ത് പറ്റി? അല്ല, വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞ ഈ പ്രത്യേക സാഹചര്യത്തിന് എന്താ കുഴപ്പം? അവിടുത്തെ ആളുകളുടെ അവസ്ഥ എന്താ? സ്വന്തം ബന്ധമൊക്കെ നഷ്ടപ്പെട്ട പാവങ്ങളുടെ സ്ഥിതി ഓർക്കേണ്ട എന്നാ പലരും പറയുന്നത്. ഓ, എന്താ കണ്ടുപിടുത്തം. എന്നിട്ട് നബിദിനത്തിന് കരുതിയ സംഖ്യ അവിടേക്ക് കൊടുത്തോ? അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പിരിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് സമീപിച്ചപ്പോൾ സംഗതി പാളി. അതെന്താ, അവർ ക്യാഷ് തന്നില്ലേ? അവർ പറഞ്ഞു, വയനാട്ടിലേക്കുള്ളത് ഞങ്ങൾ കഴിയുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്, നബിദിനത്തിനുള്ളത് വേറെയുണ്ടെന്ന്. എന്നിട്ട് എന്തായി? എന്താ കഥ? കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞതുപോലെയായി.
നബിദിനം എന്ന് കേൾക്കുമ്പോഴേക്ക് അസ്വസ്ഥരാകുന്ന ചിലരുണ്ട്. ഓരോ നാട്ടിലും അവരാണ് ഈ കുടുംബിക്ക് പിന്നിൽ. പുര കത്തുമ്പോ വായ വെട്ടുന്ന സ്വഭാവമാണ് അവർക്ക്. അതെ, താടിക്ക് തീ പിടിച്ച് ബീഡി കത്തിക്കുകയാണവർ. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആഘോഷം നടത്തുന്നത് ശരിയാണെന്നൊരു ചോദ്യമാണ്. ചില പാവ നിഷ്കളങ്കരാണെങ്കിൽ അതിൽ പെട്ടും പോകും. അതാപ്പ ഉണ്ടായേ. അല്ലാതെ വയനാട് നബിദിനം വയനാടിന് തടസ്സമേ അല്ല. അതെ, അതിപ്പോയ മനസ്സിലായത്. നബിദിന പരിപാടി നടത്തി അതിനിടയിൽ നല്ലൊരു കളക്ഷൻ വയനാട്ടിലേക്ക് കുറച്ചും കൂടി ഫണ്ട് സ്വരൂപിക്കാമെന്ന് ഇപ്പോൾ തോന്നുന്നു. പക്ഷേ പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടൂല എന്നാണല്ലോ. ഏതായാലും വയനാട് വല്ലാത്തൊരു ദുരന്തം തന്നെയായി. അള്ളാഹുവിന്റെ പിടുത്തം അത് ആർക്കും തടയാനാവില്ലല്ലോ. എല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുമെന്ന് അഹങ്കരിക്കുന്ന ശാസ്ത്രലോകത്തിന് പോലും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നില്ലേ? അതെ, വിശ്വാസികളെതിരെ കുത്തനം കുത്തിക്കുറച്ച് ഉറഞ്ഞു തുള്ളി വരെ ചിലർ ദൈവമില്ല എന്നും ഉണ്ടെങ്കിൽ ആ ദൈവം ക്രൂരനാണെന്നും വരെ പറഞ്ഞു. വിഡ്ഢികൾക്കെന്തറിയാം അവൻ സർവാധിപനാണെന്നും അവന്റെ തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല എന്നുമാണല്ലോ. നമ്മൾ കാണാത്ത പലതും അവൻ രാജാതിരാജനായി അവൻ കണ്ടു കാണും. അതെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മരണങ്ങളെല്ലാം ആയിരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ മരണങ്ങളെല്ലാം ഹയറാണ്. ഇവരെല്ലാം ഉഹ്റവിയായ ശ്രോതാക്കളാണല്ലോ. ഇവർക്ക് എത്ര മയ്യത്ത് നിസ്കാരം കിട്ടി. ലോകം മുഴുവൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? ശ്രോതാക്കൾ 5 തരമാണല്ലോ അല്ലേ? അതെ, 1 പ്ലേഗ് പോലുള്ള രോഗം ബാധിച്ച് മരണം വരിച്ചവർ, 2 വെള്ളത്തിൽ മുങ്ങി അപകടത്തിൽ മരിച്ചവർ, 3 വയറ് സംബന്ധമായി രോഗം ബാധിച്ച് മരണം വരിച്ചവർ. അതെ, വയറ് എന്നാൽ പള്ള, ഉദരം അല്ലാതെ കേബിളല്ല. ഇനി 4 അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി ഷഹീദായവർ. ഇനിയാണ് 5-മത്തേത്, ഉരുൾപൊട്ടിലും കെട്ടിടം തകർന്നും ഒക്കെ മരണം വരിച്ചവർ. നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് ആ പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സാധാരണ പോലെ ഇവർ മരിച്ചിരുന്നെങ്കിൽ ഇത്രയും മുദ്രവി നേട്ടം അവർക്ക് ലഭിക്കില്ലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ക്രൂരമെന്നും പൈശാചികമെന്നുമെല്ലാം പറയാൻ എളുപ്പമാണ്. എന്നാൽ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സംഗതിയുടെ ഗുഡ്നസ് മനസ്സിലാകും. ചിലർ പറയുകയാ, ഇതൊരു വല്ലാത്ത ചേത്തായി പോയി. എത്രയോ കുടുംബം അനാഥമായല്ലോ, കുട്ടികൾ ഒറ്റപ്പെട്ടില്ലേ. ഇതൊക്കെ അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്. അവൻ ചെയ്യുന്നതിന് പിന്നിൽ നമ്മൾക്ക് തിരിയാത്ത പലരുമുണ്ട്. ക്ഷമിക്കലും സഹിക്കലുമാണ് നമ്മുടെ കടമ. ക്രൂരത എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ഇതെല്ലാം മനസ്സിലാക്കട്ടെ. നമ്മൾ മത്സ്യവും മാംസവും തിന്നുന്നവരാണ്. കോഴിയെ കൊല്ലുന്നത് ക്രൂരമാണെന്ന് പറഞ്ഞ് ചിക്കൻ ഉപേക്ഷിക്കാറുണ്ടോ? ബീഫ് വേണ്ടെന്ന് പറയാറുണ്ടോ? ആയ കടലിൽ പോയി മീൻ പിടിക്കുന്നവർ തന്റെ വലയിൽ കുടുങ്ങിയ മീനിന് കുട്ടികളും കുടുംബമുണ്ടെന്നും അവർ അനാഥമാകുമെന്ന് പറഞ്ഞ് അവരെ കടലിൽ തള്ളാറുണ്ടോ? അതെ, ആ മീനിനെ വെട്ടി വീഴുന്ന ആമ്പക്കം വിടുന്നവന് പോലും ഒരിത്തിരി സാധാവൻ ചൊറിയാറില്ലല്ലോ. ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ്. ഈ വിധത്തിലാണ് അള്ളാഹു ഈ ദുനിയാവിനെ സംവിധാനിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം രാജാതിരാജനെ അള്ളാഹുവിന് സമർപ്പിക്കാം. ഇത്തരം ദുരന്തങ്ങൾ കൊണ്ട് അവൻ ഇനി ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ജീവൻ നഷ്ടപ്പെട്ടവരെ ശ്രോതാക്കളിൽ ഉൾപ്പെടുത്തട്ടെ. പുനരധിവാസം റബ്ബ് എളുപ്പമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. अस्सलाम वालेकुम। ज़ुहरा बतूल ज़ाकिया റാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഗന്ധം തരും ഗുരു ശരഫുടെ നിധി മതി സന്തോഷം പൊന്തുര ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭിനി സൂര പൊരുൾക സുര അഹമ്മദ് പുണന്ത സുഗന്ധ വള്ളി മികിന്ത പുകിന്ത കനി പിറந்த നബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ മച്ചമിലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖിയലി ഹോജ തരുൾ തരുൾ ബുഷിറ നബി തൻ പൊരുൾ മകൻ സുഹറ സുഹറ ബതൂൽ സാക്കിയ റാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഗുരു ശരഫുടെ നിധി മതി സന്തോഷം പൊന്തുൽ ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭിനി സൂര പൊരുൾക സുര മഹിന കരളിന്റെ കഷണമെണ്ടരുളിടി മഹിമർ തരമത ഉലങ്കും വെളിപ്പട് തരപ്പോൾ മതവിധി തരം തേനടിമുടി തിരുഗുരു അവര
പടപ്പുകൾ മഹിള മുത്തുസുജൂദിലാണ്ട് പിത്തണയിട്ടോ നീണ്ട് ഉട്ടകുടുംഗമതുണ്ട് ശിരമിലിട്ട് മുത്തുസുജൂദിലാണ്ട് പിത്തണയിട്ടോ നീണ്ട് ഉട്ടകുടുംഗമതുണ്ട് ശിരമിലിട്ട് നളർത്തു നടപടിയും എതിർത്തു മതിമുഖിയും എടുത്തു വിധമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമന്തിട്ട് പുറത്തു കൂടിടലായി അലിപൊലി പുവിക്കിണങ്ങുവതാക്കിയറാളിയ ഷജറുകൾ തരമാൽ സലമിന്റെ സുഹൃതം താരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷം പൊന്തുൾ ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭിനി സൂര പൊരുൾക സുര സഹനത്തിൽ വിളക്കായി ഒളിലങ്ങി തിളങ്ങി സമതിന്റെ അരുൾ പാടി ഈ ബാധത്തിൽ വിളങ്ങി പിണക്കമിണക്കമായി വീറുതു മൊറുതികൾ പരിമളർ സഹറായി കാതിൽ സുഹറ കട്ടില പാത്രമുണ്ട് അട്ടുതിരിക്കലുണ്ട് ഉപ്പ കൊടുത്തത് കൊണ്ട് പൊറുക്കാബുദേ കട്ടില പാത്രമുണ്ട് അട്ടുതിരിക്കലുണ്ട് ഉപ്പ കൊടുത്തത് കൊണ്ട് പൊറുക്കാബുദേ സുവർഗ സിരികളിൽ ആതൃപ്പം തികന്തവർ സുവിധ ചടങ്കൽ ഉരയുവതായി സുഹൃതരം നബിക്കാതിൽ ഉരുവിട്ട പൊരുളാലെ അളന്തളന്തിടലായി ചിരിയുമായി തൊഴുതടന്തിടലായി സാക്കിയറാളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം താരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷം പൊന്തുൾ ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭിനി സൂര പൊരുൾക സുര അഹമ്മദ് പൂനന്ത് സുഗൈന്ദ വള്ളി മികൈന്ത് പുകൈന്ദ കനി പിറந்த നബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ മെച്ചമിലക്ഷരം വച്ചൊരു ഹോജ തിക 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 സഖിയലി ഹോജ തരുൾ ബുഷിറ നബി തൻ പൊരുൾ മകൻ സുഹറ ബത്തൂൽ സാക്കിയറാളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം താരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷം പൊന്തുൾ ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭിനി സൂര പൊരുൾക സുര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹക്കാന കോനമറൽ മക്കാവു വിട്ട നബി പക്ക മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാരാൽ പോറുത്ത പിറകെ ഹക്കാന കോനമറൽ മക്കാവു വിട്ട നബി പക്ക മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാരാൽ പോറുത്ത പിറകെ തക്കോവർ ഹാമിദരും മിക്കോർ സ്വഹാബികളും ഒക്കായിരിക്കും പൊളുതിൽ തക്കോവർ ഹാമിദരും മിക്കോ സ്വഹാബികളും ഒക്കായിരിക്കും പൊളുതിൽ ജാസൂസോരുത്തവരെ യാസീൻ നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളായി ഹക്കാന കോനമറ മക്കാവ് വിട്ട നബി പക്ക മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാരാൽ പോറുത്ത പിറകെ ബക്കാതെ സാവർ ബൈറുക്കാകെ ഏറിയ ചരക്കോട് പൊന്നു ചുമയായി ബക്കാതെ സാവർ ബൈറുക്കാകെ ഏറിയ ചരക്കോട് പൊന്നു ചുമയായി വാരുന്നു ഗാദി ബദർ ചേരുന്നു വർഗതിക ഊരിന്നൊരുങ്ങി ഗരജായി ഹക്കാന കോനമറാൽ മക്കാവു വിട്ട നബി പക്ക മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാരാൽ പോറുത്ത പിറകെ ഹക്കാന കോനമറാൽ മക്കാവു വിട്ട നബി പക്ക മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാരാൽ പോറുത്ത പിറകെ
السلام عليكم السلام عليكم أنت تطلع بيننا في الكواكب كالبدور بل ما أشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي أنت منجينا عدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير أسر بعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وهلنا إمضاء يا سيدي خير النبي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي السلام عليكم السلام عليكم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا وسلموا تسليما الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل لا أشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي أنت منجينا أذى من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي ارتكبت على الخطا غير
الشفيع الأبطال والحبيب الأعرابي إننا نرجو إلى كوز حولك للأرطاش يوم نشر الكتاب يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب الأعرابي الشفاعة هب لنا في القيامة مشفقا ولنا إمراء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب الأعرابي الصلاة على النبي كل وقت دائما لا نجرؤ في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. السلام عليكم. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തേ, നിന്റെ അസുഖങ്ങളെല്ലാം മാറിയോ? ശരിക്കും സുഖമായോ? അതെ, ഒരുവിധം സുഖമായി. ആട്ടെ, നീ എങ്ങനെ അറിയുന്നു എനിക്ക് സുഖമില്ലെന്ന കാര്യം? നിന്നെയും കൂടിയില്ലേ തങ്ങളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? അന്നേരം നിനക്ക് നന്നായി പനിച്ചിറക്കുന്നുണ്ടായിരുന്നല്ലേ? എന്താ ഡെങ്കിയോ ചിക്കൻ കുനിയോ റീത്തയോ മൈമാലിയോ? ഇതൊക്കെ എന്താ സാധനം? നീ എന്താ എനിക്ക് പേരിട്ടതാണോ? ഇതൊക്കെയാ ഇപ്പോഴത്തെ പനിയുടെ പേര്. ഓ, എന്നാൽ എനിക്ക് മൈമാലിയും വീരാൻകുട്ടയും ഒന്നുമില്ല, വെറും സാധാ പനി. അതെന്താ പനിക്കാൻ കാരണം? കാരണം പറഞ്ഞാൽ നീ എന്നെ കളിയാക്കരുത്. ഇല്ല, വഴക്ക് പറയരുത്. ഇല്ലെന്ന് നീ പറ. അതോ, കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. അതെന്താ കുറെ പഠിക്കാനുണ്ടായിരുന്നു? അല്ലെന്നേ, കൊച്ചു ടിവിയിൽ ഒരു പ്രേത കാർട്ടൂൺ കണ്ടായിരുന്നോ? അങ്ങനെ നേരം വെക്കി കിടന്ന് എനിക്ക് ചെറിയൊരു മൂത്രശക. എന്നിട്ട് പുറത്തിറങ്ങി ബാത്റൂമിലേക്ക് പോകുമ്പോൾ അതാ മുറ്റത്തൊരു പ്രേതം. പച്ച കള്ളം, പ്രേതം, അന്ധവിശ്വാസം. നിനക്ക് പോയി നേരം വെളുത്തിട്ടില്ലേ? നിൽക്ക്, ഞാൻ പറയുന്നത് വരും കേൾക്ക്. ആ പറയാനോ, നീയാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. പ്രേതത്തെ കണ്ടത് ഞാൻ ആർത്ത് കോവി. അതേ എനിക്ക് ഓർമ്മയല്ലോ. പിന്നെയാ ഉമ്മ പറഞ്ഞത് ഞാൻ ഓർത്തത്. കിടകിട വിറച്ച് പനിക്കുകയായിരുന്നെന്ന്. ചുറ്റും പറയും പറയാതെ ആളുകൾ തുറച്ചു നോക്കിയെന്നല്ലേ? അതെ, ആശുപത്രി കൂടെ കുറെ നടന്നു. ഫലം നെയ്യേ. അങ്ങനെ അവസാനം തങ്ങളുസ്ഥാന്റെ അടുത്തേക്ക് പോയി മന്ദിരിച്ചു. ഐക്യല് കെട്ടിപ്പനി മാറിയല്ലേ? അതെ. സത്യത്തിൽ നീ അവിടെ എന്താ കണ്ടത്? അതോ, ഉമ്മയുടെ നിസ്കാരപ്പായ മുറ്റത്തായി ആങ്കറിൽ തൂക്കിയിട്ടതായിരുന്നു. അത് കാറ്റത്തിങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. അത് പ്രേതമാണെന്ന് ഞാൻ വിചാരിച്ചു. കൊച്ചു ടീം അതിനകത്ത് കണ്ട ലഹരിയെ നിന്നെ വിട്ടു മാറിയിട്ടില്ലല്ലേ? അങ്ങനെ ഉണ്ടാവും. രണ്ടാമതൊക്കെ കാണാൻ പോയ നിന്റെ അനുഭവം നല്ലൊരു പാഠമാണ്. അതേ സുഹൃത്തെ, ഈ വക കഥകളും കാർട്ടൂണുകളും നമ്മുടെ മനസ്സിൽ ഇത്രമാത്രം സാധിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അന്ന് തങ്ങളുസ്താദ് എന്നെ കുറെ ഉപദേശിച്ചു. തങ്ങളുസ്താദ് ഞാൻ വാക്ക് കൊടുത്തു, ഇനി കൂട്ടത്തിലൊന്നും ചെന്ന് ചാടില്ലെന്ന്. നിനക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ മരീബിന് ഉറങ്ങുന്നതിനെയും ഇശായിന് ശേഷം ഉറങ്ങുന്നത് ഈ വക ഫുലൂലാത്തുകളിൽ മുയങ്ങുന്നത് വെറുത്തിരുന്നെന്ന്? അതും തങ്ങളുസ്താദ് പറഞ്ഞു. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒന്ന് പോകണം, ഡോക്ടറെ കാണണം. നേരത്തെ പോയെങ്കിലും ടോക്കൺ കിട്ടൂ. മാഷാ അല്ലാഹ്, എന്ത് പറ്റിന്റെ അസുഖം? ഈയിടെയായി വിശപ്പ് നന്നേ കുറവ്. ശരീരം അനുവദിനെ മെലിഞ്ഞു വരുന്നു. പഴയ പോലെ തിന്നാൻ വയ്യ. അതിപ്പോൾ പ്രായം കൂടി വരികയില്ലേ? ഊക്കവും അമ്പം കിട്ടൂലേ? പഴയ പോലെ തിന്നാൻ കഴിയുന്നില്ലേ? വെയ്യെന്നേ, പഴയതിന്റെ പകുതി. രാവിലെ ചായ കുടിച്ചാണോ വരുന്നത്? അതെ. എന്താണ് കടി? പത്തിരി. എത്രണ്ണം തിന്നോ? വെയ്യെന്നേ, നല്ല കറി അതുകൊണ്ട് 30-35 അത്രേ പോകൂ. പഴയ പോലെ തിന്നാൻ വയ്യ. സുബ്ഹാനല്ലാഹ്, നീ ചായ കുടിക്കാതെ പറഞ്ഞ കേട്ടോ? അതെന്തിനാ? വയലിൽ നിന്ന് മാറിപ്പോ, പിടിച്ചിരുന്നു. ആട്ട്, എന്തിനാ ഇപ്പോൾ തടി ഇങ്ങനെ മരുന്ന് ഗുളികയായിട്ട് വീർപ്പിക്കുന്നത്? പിന്നെ രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ? ചികിത്സിക്കണം. ഇത് രോഗമാണോ?
ഇങ്ങനെ ജീവിത ശരീരം കാറ്റുപോയാൽ കഴിഞ്ഞില്ലേ? അത് ശരിയാ, ജീവൻ പോയാൽ പിന്നെ പേര് തന്നെ മാറി മയ്യത്ത്. അതിപ്പോൾ അറബിൽ കേൾക്കുമ്പോൾ കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താ? ശവമല്ലാതെന്ത്, മരിച്ചു കഴിഞ്ഞ കഥ. 2 ദിവസം കൊണ്ട് ചീനി ചീർത്ത് വീർത്ത് നല്ല സ്മെല്ല് മണസനമായിരിക്കും. അതെ, മൂക്ക് പൊത്താൻ 2 കൈ മതിയാക്കും. അതുവരെ സംരക്ഷിച്ച ഒപ്പാക്കേണ്ട, സ്നേഹിച്ച ലാളിച്ച ഉമ്മാക്കണ്ട, ജീവന്റെ ജീവനായ പ്രിയമക്കും വേണ്ട, മക്കൾക്കോ സഹോദരന്മാർക്കോ ആർക്കും വേണ്ട. എനിക്ക് എപ്പോഴും കാണണം. അതുകൊണ്ട് ഉണക്ക് സ്റ്റെഫ് ചെയ്യാൻ ഇന്നവരും ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണണ്ട എന്നാണ് നീ പറഞ്ഞു വരുന്നത്. ഡോക്ടറെ കാണണം എന്നല്ലേ നമ്മുടെ ബന്ധം പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ പ്രശ്നം? അല്ല, ഈ ശരീരത്തെ ലക്ഷ്യങ്ങൾ ചിലവയ്ക്ക് താങ്ങി നിന്ന ബോഡിയെ താങ്ങി നിന്ന ആത്മാവിനെ സംരക്ഷിക്കാൻ എന്താണ് സംശയം? ആത്മാവിനെ ചികിത്സിക്കുകയോ? ഇതെന്താ സൈക്കിളിന്റെ ട്യൂബാണോ കാറ്റടിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീര പോഷണം എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കുക? ബിരിയാണി, നെയ്ച്ചോറ്, മന്തിച്ചോറ്, ആട്, പോത്ത്, മുട്ട, ഫ്രൂട്ട്സ്, പച്ചക്കറി, അങ്ങനെ നീണ്ടുപോകും ആ ലിസ്റ്റ്. മതി മതി മതി, എന്താ ആവശ്യം പറയൂ. നമ്മുടെ ആത്മാവിന്റെ തീർച്ചയെ കുറിച്ച് എന്താണ് സംശയം? പുല്ലും വൈക്കോലും പിണ്ണാക്കും കാടിവെള്ളമായിരിക്കുമല്ലേ? എന്താ ആത്മാവ് പോത്തോ? എന്നാ പിന്നെ നീ തന്നെ പറ. ഞാൻ പറയാം. നീ നിലവെ സുബ് നിസ്കരിച്ചോ? നിസ്കരിച്ചു. ഖുർആൻ ഓതിയോ? ഖുർആൻ ഇന്ന് ഓതിയില്ലേ, ഇന്നലെ ഓതി. ചായം ഇന്നലെയും കുറിച്ച് ഖുർആൻ തന്നെ വിട്ടല്ലേ? അതെ, എന്നിട്ടെന്താ പ്രശ്നം? കേട്ടോ, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഇബാദത്ത്, നിസ്കാരം, സ്വലാത്ത്, മാലപ്പാട്ട് എന്നിവ നീണ്ടു പോകുന്ന ലിസ്റ്റുകൾ. ഓ, അങ്ങനെ ഞാൻ അത്രമാത്രം ഓർത്തില്ല. ഓർക്കണം, എന്നില്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് ഉള്ള ശരീരത്തെ ഉത്സാഹത്തിൽ ഒരിക്കൽ നശിക്കാത്ത ആത്മാവിനെ പോഷിപ്പിക്കണം. ഇൻഷാ അല്ലാ. എന്നാ പിന്നെ ഇൻഷാ അല്ലാ ഇബാദത്തിലും ദിക്റ്, ദുആ, ഖുർആൻ പോലെയുള്ള കാര്യങ്ങളിൽ ഇനി മുതൽ കൂടുതൽ ശ്രദ്ധിക്കാം. അതെ, അതാ നേരത്തെ പറഞ്ഞ ആകെ തുക. അപ്പൊ ഞാൻ ഡോക്ടറെ കാണണ്ടേ? 35 നീ ഇപ്പോൾ വിശപ്പില്ലായ്മ ഡോക്ടറെ കാണണ്ട. തടി എത്രമാത്രം മെല്ലിട്ടുമില്ല. നിന്റെ വീട്ടിൽ പെൺമക്കളൊക്കെ ഉണ്ടാവുകയല്ലേ? ഓ, പിന്നെന്താ? നാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്ന് ബോധമുണ്ടാക്കി കൊടുക്കണം. ഇൻഷാ അല്ലാ. എന്നാ പിന്നെ ഇന്ന് ആശുപത്രിയുമില്ല, ഡോക്ടറുമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുക. ചെയ്ത നേതാക്കൾ ആലമുടയവൻ ഏകൽ അരുളാതെ ആയ മുഹമ്മദ് വർക്കിലാണോവ എല്ലാ കിളയിലും അങ്കിളായോവ എല്ലാ ദിശയിലും
بالكتب الرباني بل أو في السمدان نجينا من كل آفات يا الله الله തിരുപേരും സ്തുതിയും സലാമത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പൽ ആലമുടയോവേ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ് അവർ കീഴാണോവ ബിൽകുത്തുബിർ റബ്ബാനി ബൽ ഔസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാഖി യാ അല്ലാഹ് എല്ലാ കീഴാരിയും ഭംഗിയിലായോവ എല്ലാ ദിശയിലും കേളി മികച്ചോവ സുൽത്താനുൽ ഔലിയ എന്നീ പേരുള്ളോവ സയ്യിദവതാരും ബാവരും ആണോവ ബിൽകുത്തുബി റബ്ബാനി വൽ ഔസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് പാവമുതുവിന്നി കുത്തുബായി വന്നോവർ മാനം അതോളിലും കേളി നിറഞ്ഞോവർ ഇരുന്നാഴിയും പിന്നെ ആകാശം കണ്ടോവർ ഏറും മലക്കൂട്ട് രാജാളി എന്നോവർ ബിൽകുത്തുബിർ റബ്ബാനി വൽ ഔസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ബലത്തി ശരീഅത്തും കാടലിൽ ഉള്ളോവർ കടത്തി ഹഖീഖത്തും കാടലിൽ ഉള്ളോവർ ആകാശങ്ങളിലേയോ ഭൂമിത്തെ താഴെയോ അവരെ കോടി നീളം കത്തിരയുള്ളോവർ ശൈഖ് അബ്ദുൽ ഖാദിർ കൈലാണി എന്നോവർ ശൈഖ് അമ്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ അല്ലാഹുവേ വിളിച്ച മുഹബ്ബീൻ എന്നോവർ അറ്റം ഇല്ലാത്തോളം പ്രേമമുള്ളയോവർ ബിൽകുത്തുബിർ റബ്ബാനി വൽ ഔസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഥയൊന്ന് ചൊല്ലിടാം നാട്ടുകാരെ കാമ്പുള്ള സ്റ്റോറിയ കൂട്ടുകാരെ അലിമൂലി ഹൈബേറിൻ കിസ്സയാണ് അലിയോലി തീരാത്ത കിസ്സുമാണ് കഥയൊന്ന് ചൊല്ലിടാം നാട്ടുകാരെ കാമ്പുള്ള സ്റ്റോറിയ കൂട്ടുകാരെ അലിമൂലി ഹൈബേറിൻ കിസ്സയാണ് അലിയോലി തീരാത്ത കിസ്സുമാണ്. കൂട്ടുകാരെ, ഞങ്ങൾ ചരിത്രത്തിന്റെ ചെപ്പ് തുറക്കുകയാണ്. മക്കയെയും മദീനയും മാത്രമല്ല, ഇസ്ര കൈസറിന്റെ കോട്ടകൊത്തങ്ങളെ വരെ കിടുകിടാ വിറപ്പിച്ച് ധീരശൂര പരാക്രമി അലി പുലി ഹൈദറിന്റെ ധീരകഥകളിൽ നിന്നൊരേട് നിവർത്തുകയാണ് ഞങ്ങളിവിടെ. ആരാണ് അലി? എനിക്കെന്റെ മാതാവിട്ട പേരാ സിംഹം, കണ്ടാൽ വിറക്കും കാട്ടിലുള്ള സിംഹം, ആണുങ്ങളോട് കാട്ടിടേണ്ട മായം അളന്നു തരും എനിക്കെന്റെ മാതാവിട്ട പേരാ സിംഹം, കണ്ടാൽ വിറക്കും കാട്ടിലുള്ള സിംഹം, ആണുങ്ങളോട് കാട്ടിടേണ്ട മായം അളന്നു തരും നായിക്ക് നാടായം.
ആലിയാർ തന്നെ പാടിയ വരികളാണിത്. ആലിയാർ തങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കഥാശകലം ഇതാ കേട്ടോളൂ. ധാരാളം ആളുകൾ കൂടി പറഞ്ഞിടുന്നു അലിയുന്ന പോക്കേരി ചക്കനെ കൊന്നിടണം ആളുണ്ട് ജീവന്മാർ മുന്നോട്ട് വന്നിടണം മീറ്റിംഗിനെ കൂടിയിടുന്നു ധാരാളം ആളുകൾ കൂടി പറഞ്ഞിടുന്നു അലിയുന്ന പോക്കേരി ചക്കനെ കൊന്നിടണം ആളുണ്ട് ജീവന്മാർ മുന്നോട്ട് വന്നിടണം. ഫിത്തിനയുടെയും ഫസാദിന്റെയും മുസീബത്തിന്റെയും വിളനിലം ഖുറൈശി പാർലമെന്റ് മന്ദിരം മുഖ്യന്മാരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. ചർച്ച നബിയെ കുറിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലം കൈയായ അലിയാരെ പറ്റിയാണെങ്കിൽ. നിരന്ത് ചെക്കനാണെങ്കിലും കയ്യെഴുപ്പ് സഹിക്കാൻ വയ്യ. അവൻ വലുതാകുക കൂടി ചെയ്താൽ പിന്നെ പിടിക്കാൻ കിട്ടൂല. കൊല്ലണം, ആ പീക്കിരി വെച്ച് ചെക്കനെ വക വരുത്തണം. ആർക്കുണ്ടതിന് ധൈര്യം? ആരും ഒന്നും മുണ്ടിയില്ല. സദസ്സ് പൂർണ്ണ നിശബ്ദം. കൊല്ലം ധൈര്യമില്ലേ എന്നാരും കൊല്ലാനൊരുക്കമല്ലേ പേടിയാണ് ആട് അലിയാണ് കാര്യം പറയാതെ ആകെ കുടുംബാണ് ആരുമില്ലേ കൊല്ലം ധൈര്യമില്ലേ എന്നാരും കൊല്ലാനൊരുക്കമല്ലേ പേടിയാണ് ആട് പ്രിയയാണ് കാര്യം പറയാതെ ആകെ കുടുംബാണ്. ആരും മുന്നോട്ട് വരുന്നില്ല. ചെക്കൻ മുളകിനോളമാണെങ്കിലും ഉള്ളത് കാന്താരിയാണ്. ഒറിജിനൽ ചീനാ പറങ്കി. പണി പാളിയാൽ പിന്നെ തലയും കൊണ്ട് തിരിച്ചു പോരാനാകില്ല. ആരാരും വരാതായപ്പോൾ കാര്യം അവർ കൊട്ടേഷന് വിട്ടു. അങ്ങനെ മക്കത്തെ മുദ്ദിന്റടിമയിൽ മട്ടത്തിൽ മുട്ടിച്ച് കേട്ടാൽ വീറക്കൂടി പൊളിയെ വന്നൂടി മക്കത്തെ മുദ്ദിന്റടിമയിൽ മട്ടത്തിൽ മുട്ടിച്ച് പേരുമകൾ കേട്ടാൽ വീറക്കൂടി പൊളിയെ വന്നൂടി. അബ്ദുൽ ബുദ്ധി മക്കയിലെ ജഗ പോക്കിരി. പേര് കേട്ടാൽ കുട്ടികൾ പോലും ഉടുപ്പിൽ മുള്ളുന്ന ക്രൂരൻ, അതിശൂരൻ. തട്ട് വെട്ട് കുത്ത് കൊല്ല് തല്ല് എന്നീ കായിക കലകളിൽ 18 പമ്പരവും പാച്ചിലും പഠിച്ചവൻ. അങ്ങനെ എന്നും അവന് ഭീമമായ വലിയൊരു തുക വാഗ്ദാനം ചെയ്ത് അലി എന്ന ബാലനെ കൊല്ലാൻ ഖുറൈശികൾ ചട്ടം കെട്ടി. അങ്ങനെ എന്നും അലി കളിക്കാൻ വരുന്ന വഴിയിൽ ഉരുപിടിച്ച വാളുമായി മല്ലയെ അബ്ദുൽ ബുദ്ധി കാത്തിരിപ്പായി. അല്പസമയം കഴിഞ്ഞു. അതാ വരുന്നു അലിയ. വരുന്നുണ്ടല്ലോ അലി വരുന്നുണ്ടല്ലോ കയ്യിൽ വരെ പോലെ ഒരു കമ്പി ഇരിക്കുന്നല്ലോ കളിച്ചിടാനാ പിന്നെ തലച്ചിടാനാ നേരെ കയർക്കുന്നേരെ തല്ലി തളത്തിടാനാ. വരുന്നുണ്ടല്ലോ അലി വരുന്നുണ്ടല്ലോ കയ്യിൽ വരെ പോലെ ഒരു കമ്പി ഇരിക്കുന്നല്ലോ കളിച്ചിടാനാ പിന്നെ തളച്ചിടാനാ നേരെ കയർക്കുന്നേരെ തല്ലി തളത്തിടാനാ. കയ്യിൽ സാധാരണ കരുതി നടക്കാറുള്ള ഒരു കമ്പി കഷ്ണമായി അലി എന്ന കൊച്ചുപാലൻ പോ പി എന്നീ വണ്ടി വിട്ട് അതാ വരുന്നു അബ്ദുൽ ബുദ്ധിന് നേരെ. ഇടുങ്ങിയ ഇടവഴിയാണ്. അത് നിറഞ്ഞു നിൽപ്പാൻ പയ്യനായ കൊട്ടേഷൻ നേതാവ് ഞെങ്ങി നെരുങ്ങി വരുന്ന ആ ഇടവയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച അലിയെ ആ തടിമാടൻ തള്ളി താഴെ ഇട്ടു. തള്ളിയിട്ടു ബാലനെ തൊള്ളയിട്ടു കാലനെ വെല്ലുവിളി ഏറെ ഉയർത്തി നേരം വില്ല് പോലെ വന്ന് കണ്ടു മർത്തി. പറ്റൂല ഇത് പറ്റൂല ഇത് പറ്റൂലെന്ന് പൊന്നെ തട്ടൂല ഇത് കിട്ടൂല കൊടുക്കിലായി തന്നെ. തള്ളിയിട്ടു ബാലനെ തൊള്ളയിട്ടു കാലനെ വെല്ലുവിളി ഏറെ ഉയർത്തി നേരം വില്ല് പോലെ വന്ന് കണ്ടു മർത്തി. പറ്റൂല ഇത് പറ്റൂല ഇത് മറ്റൂലെന്റെ പൊന്നെ തട്ടൂല ഇത് കിട്ടൂല കൊടുക്കിലായി തന്നെ. അലി എന്ന ബാലനെ തള്ളി താഴെട്ടി ആ പയ്യൻ ഗർജിച്ചു. എന്നെ തള്ളി തിരക്ക് പോകുന്നാടാ, നിന്നെ ഞാൻ. വെട്ടിത്തിളങ്ങുന്ന വാളുമായി അലിയുടെ നേരെ കുതിച്ചു. കുട്ടിയാണെങ്കിലും അലിക്ക് കാര്യം മനസ്സിലായി. ഇവൻ മനഃപൂർവ്വം ഉടക്കാനാണ് പരിപാടി. എങ്കിൽ കാണിച്ചു കൊടുക്കാം. അലി മനസ്സാ വിചാരിച്ചതും പ്രവർത്തിച്ചതും ഒന്നിച്ച്. പെട്ടെന്നായിരുന്നു അത്. മിന്നൽ പിണർ. വേഗത്തിൽ അലിയുടെ കയ്യിലുണ്ടായിരുന്ന കമ്പി കഷ്ണം ഒരു വളയമായി. അത് അബ്ദുൽ ബുദ്ധിന്റെ തലയും പെരുടെയും കൈകളും കുടുങ്ങും വിധം ഒരു പ്രയോഗമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുമ്പ് ആഘോഷവും വരുന്നു ആക്രാന്തവും പൊളിഞ്ഞു ആദീരനും മറിഞ്ഞു ആശൂരനും തിരിഞ്ഞു ആഘോഷവും വരുന്നു ആക്രാന്തവും പൊളിഞ്ഞു.
കയറി തരേ. അബ്ദുൽ വദ് കാറിക്കരഞ്ഞു. വേദന കൊണ്ട് പൊളഞ്ഞു. ഒരു താടായി കമ്പി. വേദനക്കൊന്നും ചെക്ക. പക്ഷെ അലിയാർ അവിടേക്ക് മെയിൻറ്റ് ചെയ്തില്ല. അലിയാർ നടന്നകന്നു. എന്നും ഒന്നും സംഭവിക്കാതെ പോലെ. പിതൃവ്യ അംസത്തിന്റെ വീട്ടിൽ ചെന്നു. കായികാഭ്യാസത്തിൽ അലിയുടെ ഗുരുവാണ് അളാപ്പ. കുറെ നേരം കളരിയിൽ വിവാഹം നടത്തി സ്വന്തം വീട്ടിലേക്ക് നീങ്ങി. സഹോദരങ്ങളെ, കൈബയുടെ ചാരത്ത് അന്നേരം പരിവാരരും അവിടെ കൂടെ ഇരിക്കാണ്. അലിയാരുടെ തലയുടെ അബുദുവരും രസത്തിലാണ്. അബുജഹലും പരിവാരരും അവിടെ കൂടെ ഇരിക്കയാണ്. അലിയാരുടെ തലയെടുത്ത് അബുദുവരും രസത്തിലാണ്. അലിയുടെ തലയെടുത്ത് അബ്ദുൽ വദ് വരുന്ന രംഗത്തിന്റെ രസം പറഞ്ഞിരിക്കുകയാണവർ. വളരെ നേരം കാത്തിരുന്നിട്ടും അവനെ കാണാനില്ല. അവസാനം അവർക്ക് ആദിയായി. പിന്നെ കൂടുതലൊന്നും ചിന്തിച്ച് എല്ലാവരും ഒറ്റ പാച്ചിലായിരുന്നു. പൊട്ടിക്കരഞ്ഞു കിടപ്പെല്ലാം മുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടാലേറുന്നു. രക്ഷിക്കൂ കൂട്ടരെ, കണ്ടത്തിൽ നിന്നെന്റെ ശ്വാസത്തിൽ നരറ്റു പോകുന്നു. പൊട്ടിത്തകർന്നു കിടപ്പെല്ലാം മുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടാലേറുന്നു. രക്ഷിക്കൂ കൂട്ടരെ, കണ്ടത്തിൽ നിന്നെന്റെ ശ്വാസത്തിൽ നരറ്റു പോകുന്നു. ആ തല തെറിച്ച ചെക്കൻ കാണിച്ചതാണിത്. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ അവൻ പ്രവർത്തിച്ചു. എനിക്ക് വേദന സഹിക്കാൻ വയ്യേ. കഴുത്ത് നീര് വന്ന് വീർത്തിരിക്കുന്നു. ഇപ്പോൾ ശ്വാസവും കിട്ടുന്നില്ല. എന്നെ രക്ഷിക്കൂ. മല്ലന്റെ ദയനീയത കണ്ട് കൂട്ടുകാർ ഉടൻ കർമ്മനിരതനായി. പഠിച്ച പണിയിൽ പലതും നോക്കി പല പണികൾ പഠിച്ചു. പലരും അയച്ചു നോക്കി ഫലമില്ലാതെ നയിച്ചു. പഠിച്ച പണി പലതും നോക്കി പല പണികൾ പഠിച്ചു. പലരും അയച്ചു നോക്കി ഫലമില്ലാതെ നയിച്ചു. ഖുറൈശികൾ ഓരോരുത്തരും പഠിച്ച പണി പലതും നോക്കി. പുതിയ പണികൾ പരീക്ഷിച്ചു നോക്കി. ഫലം നഹീഹേ. അബ്ദുൽ വദ് സദാ കരച്ചിൽ തന്നെയാണ്. അവസാനം ഖുറൈശികൾ തീരുമാനത്തിലെത്തി. മുള്ളിനെ മുള്ളു കൊണ്ടൊടിപ്പിക്കുക. ഈ പണി കാട്ടിയത് അലിയാണെങ്കിൽ ഗുരുനാഥൻ അവിടത്തിൽ പോകണം. വന്മുള്ളാപത്ത് നീക്കുവാൻ മറ്റൊരു വഴിയും നമുക്കില്ലെന്നോർക്കണം. കായിക കളരിയിൽ ഹംസത്താണവരുടെ ഗുരുനാഥൻ അവിടത്തിൽ പോകണം. വന്മുള്ളാപത്ത് നീക്കുവാൻ മറ്റൊരു വഴിയും നമുക്കില്ലെന്നോർക്കണം. അലിയാണ് ചെയ്തതെങ്കിൽ ഈ പൂട്ട് തുറക്കാൻ ഹംസക്കേ കഴിയൂ. എന്തെന്നാൽ കായികാഭ്യാസത്തിൽ അലിയുടെ ഗുരുവാണ് ഹംസത്ത്. അങ്ങനെ അബ്ദുൽ വദ്ദിനെയും താങ്ങി പിടിച്ച് ഹംസയുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. വഴിയിലൂടെ നീളം അബ്ദുൽ വദ് ആർത്തലറി കരയുന്നുണ്ടായിരുന്നു. അതിന് മാത്രം വേദന ഉണ്ടായിരുന്നു അയാൾക്ക്. ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു ഖുറൈശി കൂട്ടത്തോട് കാര്യം അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഹംസത്തെ നിന്നോട് ശിഷ്യന്റെ വലിയാരെ പൂട്ടിയ തുറക്കണേ. ഹിംസിക്കാൻ ചെന്നപ്പോൾ തന്നുള്ള പൂട്ടാണ് നീ കണ്ണു തുറക്കണേ. ഹംസത്തെ നിന്നോട് ശിഷ്യന്റെ വലിയാരെ പൂട്ടിയ തുറക്കണേ. ഹിംസിക്കാൻ ചെന്നപ്പോൾ തന്നുള്ള പൂട്ടാണ് നീ കണ്ണു തുറക്കണേ. ഹംസത്ത് എന്നവർ തിരിച്ചു മറിച്ചു നോക്കി. നോ രക്ഷ. അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് ഖുറൈശി കൂട്ടം ഞെട്ടിത്തെറിച്ചു. എന്തായിരുന്നത്? ഇത് ഞാൻ പഠിച്ചതല്ല, ഇത് ഞാൻ തുറക്കുകയില്ല. അലിയാര് തന്നെ വേണം ആപ്പ് തുറക്കാൻ. ഇത് ഞാൻ പഠിച്ചതല്ല, ഇത് ഞാൻ തുറക്കുകയില്ല. അലിയാര് തന്നെ വേണം ആപ്പ് തുറക്കാൻ. കാര്യം അലി എന്റെ ശിക്ഷণ തന്നെ. പക്ഷെ ഈ അഭ്യാസം ഞാൻ അവനെ പഠിപ്പിച്ചതല്ല. ഇതവൻ സ്വയം വികസിപ്പിച്ചെടുത്ത സൂത്രമാണ്. ഇതായിരിക്കാൻ അവനെ പറ്റൂ. നിങ്ങൾ അവനെ സമീപിക്കൂ. ഖുറൈശികൾ ആകെ പരുങ്ങളിലായി. വഷളത്തരും ആരെ നരന്തന്റെ കാല് പിടിക്കണമെന്നല്ലോർത്തപ്പോൾ അവരെല്ലാവരും തല കുനിച്ചു. നമുക്ക് വല്ലാത്തൊരു സ്ഥിതി ശരിക്ക് ലഭിക്കുന്നു. പുലിയായി തീർന്നു. ഇല്ല ഒരു ഗതി നമുക്ക് വല്ലാത്ത സ്ഥിതി ശരിക്ക്. മല്ലൻ കരയുന്നു ലഭിക്കുന്നു. വില്ലൻ പുലിയെ പോലെയായി തീർന്നു. അവസാനം മറ്റൊരു ഗതിയും ഇല്ലാതെ വന്നപ്പോൾ ആ സംഘം അലിയാരുടെ വീടിന് ലക്ഷ്യം വെച്ച് നടന്നു. ദൂരെ നിന്ന് ഖുറൈശി കൂട്ടത്തിന്റെ വരവ് അലിയാർ കാണുന്നുണ്ടായിരുന്നു. അലിയാർ പുറത്തേക്ക് ഇറങ്ങി.
അലിയെ കണ്ടതും അവർ പറഞ്ഞു, പൊന്നേ അലി മോനെ തുറക്ക് പൂട്ട്, പിന്നെ പറഞ്ഞിടാം തെരുനിമാപ്പ്. പറ്റിയ അബദ്ധങ്ങൾ ഒരുപാടല്ല, കുറ്റക്കുറവുകൾ ഇനിയില്ലല്ലോ. പൊന്നേ അലി മോനെ തുറക്ക് പൂട്ട്, പിന്നെ പറഞ്ഞിടാം നീ തെരുമാപ്പ്. പറ്റിയ അബദ്ധങ്ങൾ ഒരുപാടല്ല, കുറ്റക്കുറവുകൾ ഇനിയില്ലല്ലോ. ഖുറൈശി കൂട്ടം അബ്ദുൽ ബുദ്ദും തങ്ങൾക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു. ബാലനായ അലിയോട് അവർ മാപ്പ് പറഞ്ഞു. അലി പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. കാൽക്കൽ വീണവനെ പുറംകാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ മാന്യന്മാർക്ക് ചേർന്ന പണിയല്ല. അങ്ങനെ അലി ബുദ്ധിനെ സമീപിച്ചു. ഒരു മിന്നൽ പിണർ അബ്ദുൽ ബുദ്ദിന്റെ ഓരോ ആർത്തനാദം കേട്ടും ആരും ഒന്നും കണ്ടില്ല. വളയം അലിയാരുടെ കൈകളിലെത്തി. അങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങിയ ഖുറൈശി കൂട്ടവും ഇല്ലാളി വീരനായ അബ്ദുൽ ബുദ്ദും ഒന്നുമല്ലാതായി. അലിയാർ തങ്ങളെ ധീരത കഥകൾ ഒത്തിരിയുണ്ട് പറഞ്ഞിടാൻ, ഇത്തിരി മാത്രം ചൊല്ലി ഞങ്ങൾ വിട ചോദിക്കുന്നേ. അലിയാർ തങ്ങളെ ധീരത കഥകൾ ഒത്തിരിയുണ്ട് പറഞ്ഞിടാൻ, ഇത്തിരി മാത്രം ചൊല്ലി ഞങ്ങൾ വിട ചോദിക്കുന്നേ. ഇതോടെ ഈ കൊച്ചു കഥാശില്പത്തിന് തിരശ്ശീല താഴ്ത്തുന്നു. നാഥന്റെ നാമത്തിൽ ചൊല്ലി തുടങ്ങട്ടെ, നായകൻ മുത്തിനെ ബിയോരിൽ നേരട്ടെ. ചൊല്ലി സ്വലാവാത്തും ഏറെ ചോരിയട്ടെ, ചൊല്ലുവാൻ തൗഫീഖ് അല്ലാഹുവിൽ തേടട്ടെ. നാഥന്റെ നാമത്തിൽ ചൊല്ലി തുടങ്ങട്ടെ, നായകൻ മുത്തിനെ ബിയോരിൽ നേരട്ടെ. ചൊല്ലി സ്വലാവാത്തും ഏറെ ചോരിയട്ടെ, ചൊല്ലുവാൻ തൗഫീഖ് അല്ലാഹുവിൽ നേടട്ടെ. സഹോദരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മദീനയിലേക്കാണ്. എന്താണ് മറ്റു നാടുകൾ മദീനയ്ക്കുള്ള പ്രത്യേകത? മുത്തുനബിയാരെ പാദമേറ്റ നാട്, മുന്തിടം റസൂല് ഉറങ്ങിടുന്ന നാട്, ആലമാകെയെന്നുമെന്നും വാഴ്ത്തിടും നാട്, സദാലിമുൽഹൈബിന്റെ നോട്ടമേറ്റിടും നാട്. മുത്തുനബിയാരെ പാദമേറ്റ നാട്, മുന്തിടം റസൂല് ഉറങ്ങിടുന്ന നാട്, ആലമാകെയെന്നുമെന്നും വാഴ്ത്തിടും നാട്, സദാലിമുൽഹൈബിന്റെ നോട്ടമേറ്റിടും നാട്, സദാലിമുൽഹൈബിന്റെ നോട്ടമേറ്റിടും നാട്. മദീനയിൽ ഒരു ദിവസം സൂര്യൻ ഉച്ചയിലെത്തിയിരിക്കുന്നു. ചുട്ടുപൊളുന്ന മണാലത്തൂടെ അതാ നടന്നു നീങ്ങുന്ന ഒരാൾ. ആരാണ് അദ്ദേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം സഹചാരി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കൂട്ടുകാരൻ പുണ്യനാട്ടുകാരൻ സത്യത്വാഹാരന്റെ നോട്ടക്കാരൻ, താണ്ടിയിടുന്നു മണൽ തിങ്ങിയിടുന്നു, ചുട്ടുപൊള്ളുന്ന പതാകന്നിടുന്നു. കൂട്ടുകാരൻ പുണ്യനാട്ടുകാരൻ സത്യത്വാഹാരന്റെ നോട്ടക്കാരൻ, താണ്ടിയിടുന്നു മണൽ തിങ്ങിയിടുന്നു, ചുട്ടുപൊള്ളുന്ന പതാകന്നിടുന്നു. എവിടേക്കാണ് അദ്ദേഹം ധൃതി പിടിച്ച്? മറ്റൊരുത്തേക്കുമല്ല, മദീന പള്ളിയിലേക്ക് തന്നെ. അദ്ദേഹം പള്ളിയിൽ കയറി ചുറ്റും നോക്കി. അന്നേരം അതാ വരുന്നു അദ്ദേഹത്തിന്റെ ചാരത്തേക്ക് മറ്റൊരാൾ. ആരാണെന്നോ? ഫാറൂഖ് ഉമറാണ് കൂട്ടുകാരാ, ഫലമേറെ ദീനിനെ ചെയ്തവരാ. ഇബ്ലീസ് കണ്ടാൽ വിറച്ചിടുമേ, ഇൻസാനും ഏറെ ഭയന്നിടുമേ. ഫാറൂഖ് ഉമറാണ് കൂട്ടുകാരാ, ഫലമേറെ ദീനിനെ ചെയ്തവരാ. ഇബ്ലീസ് കണ്ടാൽ വിറച്ചിടുമേ, ഇൻസാനും ഏറെ ഭയന്നിടുമേ. ബഹുമാനായ ധീരകേസരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അദ്ദേഹം സിദ്ദീഖിനോട് ചോദിച്ചു, അങ്ങനെന്താ പതിവില്ലാതെ ഈ സമയത്ത് പള്ളിയിൽ? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുചോദ്യമായി സിദ്ദീഖുകൾ, അപ്പോൾ താങ്കളോ? വിശപ്പിലാണ്, ആകെ വിവശനാണ്, വീട്ടിൽ ഇരിക്കാൻ വയ്യ, ആകെ സുയിപ്പിലാണ്. ഇബാദത്തിലായി പോയാൽ അറിയുകില്ല, പശി അകറ്റിടുവാൻ വേറെ വഴി കണ്ടില്ല. വിശപ്പിലാണ്, ആകെ വിവശനാണ്, വീട്ടിൽ ഇരിക്കാൻ വയ്യ, ആകെ സുയിപ്പിലാണ്. ഇബാദത്തിലായി പോയാൽ അറിയുകില്ല, പശി അകറ്റിടുവാൻ വേറെ വഴി കണ്ടില്ല. സിദ്ദീഖ്
കൂട്ടുകാരെ, ഞാനും ഇന്നത് വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ്. വീട്ടിലിരുന്നാൽ കൂടുതൽ ക്ഷീണവും പരിവേഷവുമാണ്. ഇവിടെ ഇബാദത്തിൽ മുഴുകിയാൽ അക്കാര്യം തൽക്കാലം മറന്നേക്കും. പക്ഷേ താങ്കളോ? അത് തന്നെയാണ് പ്രശ്നവും ഉമറോരേ, അതിയായി പട്ടിണിയാണ് കേൾക്കറിവീരേ. അള്ളാന്റെ മുന്നിൽ വന്നിരുന്നാൽ പിന്നെ അറിയില്ല കാര്യം സത്യമാണത് പൊന്നേ. അത് തന്നെയാണ് പ്രശ്നവും ഉമറോരേ, അതിയായി പട്ടിണിയാണ് കേൾക്കറിവീരേ. അള്ളാന്റെ മുന്നിൽ വന്നിരുന്നാൽ പിന്നെ അറിയില്ല കാര്യം സത്യമാണത് പൊന്നേ. സഹൃദയെ, ആ രണ്ട് മഹാന്മാർ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? പട്ടിണി തന്നെ, മുഴുവൻ പട്ടിണി. വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടി നടക്കുമായിരുന്നു അധിക സമയം. പക്ഷെ അതിനും വലിയ അതിര്. കാര്യം ഒന്ന് രണ്ടും പറഞ്ഞിരിക്കെ അതാ വരുന്നു പള്ളിയിലേക്ക് മൂന്നാം തരാൾ. ആരാണ് അദ്ദേഹം? അള്ളാന്റെ ആറ്റൽ റസൂലാണ്, പള്ളി കൊള്ള വരുന്നത് മുത്താണ്. ആശ്വാസമായി വിശ്വാസമായി ആശ്രയം അവിടുന്ന് തന്നെയാണ്. ഇനി അഭയം തരുന്നവർ തങ്ങളാണ്. അള്ളാന്റെ ആറ്റൽ റസൂലാണ്, പള്ളി കൊള്ള വരുന്നത് മുത്താണ്. ആശ്വാസമായി വിശ്വാസമായി ആശ്രയം അവിടുന്ന് തന്നെയാണ്. ഇനി അഭയം തരുന്നവർ തങ്ങളാണ്. പള്ളിയിലേക്ക് കയറിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൾ ചോദിച്ചു, എന്താ കൂട്ടുകാരെ പതിവില്ലാതെ ഈ സമയത്ത് പള്ളിയിൽ? അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വിശപ്പ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചു. പക്ഷെ തങ്ങളോ? കാര്യം ഇത് തന്നെയാണ് എന്റെ പ്രശ്നവും. കാണാനിറങ്ങി ഞാൻ രണ്ടാളെയും. ഇനി നാം പോയിടാം നാലാമൻ വീട്ടിലേക്ക്. കാര്യം ഇത് തന്നെയാണ് എന്റെ പ്രശ്നവും. കാണാനിറങ്ങി ഞാൻ രണ്ടാളെയും. ഇനി നാം പോയിടാം നാലാമൻ വീട്ടിലേക്ക്. കൂട്ടുകാരെ, എന്റെ പ്രശ്നം വ്യത്യസ്തമല്ല. ഇനി നമ്മുടെ മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് പോകാം. അവിടെയാകുമ്പോൾ അധിക സമയം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല അദ്ദേഹം നല്ല സൽക്കാരപ്രിയനുമാണ്. എന്തു പറയുന്നു? പോകാം നമുക്കെന്നാൽ അവിടെ തന്നെ. പാകം വരുത്തിയിടാം ഉടനെ തന്നെ. പശിമത്തിടുവാനായി ഒരൽപ്പം താനേ. കുശിയായി സുവർഗത്തിൽ തരും മന്നാനേ. പോകാം നമുക്കെന്നാൽ അവിടെ തന്നെ. പാകം വരുത്തിയിടാം ഉടനെ തന്നെ. പശിമാറ്റിടുവാനായി ഒരൽപ്പം താനേ. കുശിയായി സുവർഗത്തിൽ തരും മന്നാനേ. അങ്ങനെ അവർ മൂന്ന് പേരും അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് എത്തി. ചിലപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുമുണ്ട്, കഴിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കുള്ള ഭക്ഷണം റെഡിയാണ്. ഇപ്പോൾ അതുപോയല്ലോ, മൂന്നാളുണ്ട്. അൻസാരിയും ഭാര്യ നല്ല സന്തോഷത്തിലായി. മുന്തിരി അതിയെ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൽക്കാരം മോശമാക്കി കൂടാ. ആടൊന്നു വേണം, അടയും ചുടേണം, ആഹാരം മുന്തിരണം. മുത്തു നബിയ മുഖ്യ സഹാബ സിദ്ദീഖും ഫാറൂഖുമാ നമ്മുടെ ഗസ്റ്റായി വന്നവരാ. ആടൊന്നു വേണം, അടയും ചുടേണം, ആഹാരം മുന്തിരണം. മുത്തു നബിയ മുഖ്യ സഹാബ സിദ്ദീഖും ഫാറൂഖുമാ നമ്മുടെ ഗസ്റ്റായി വന്നവരാ. പിന്നെ താമസിച്ചില്ല, നല്ലൊരു മുട്ടനാടിനെ അറുത്തു റൊട്ടി ചുട്ടെടുത്തു. തോട്ടത്തിൽ നിന്റെ മുന്തിയ കാരക്കയും മുന്തിരിയും പറിച്ചെടുത്തു. അതിഥിയെ നന്നായി സൽക്കരിച്ചു. അതികൾ കഴിക്കാൻ തുടങ്ങി. അന്നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നനഞ്ഞൊലിയാൻ തുടങ്ങി. അവിടുന്ന് എന്തോ ചിന്തിക്കുന്നു. അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം മാംസ റൊട്ടിയും എടുത്തൊരു പാത്രത്തിലെടുത്തു. എന്നിട്ട് അബൂ അയ്യൂബ് അൻസാരി പറഞ്ഞു,
ഇതെന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ കൊണ്ടുപോയെടുക്കൂ. എന്തെന്നാൽ നാളുകളായിട്ട് ആഹാരമൊന്നും തന്നെ മോളുകായിട്ടേ ഇല്ലല്ലോ എന്റെ പൊന്ന്, പട്ടിണി മാറ്റുവാൻ അല്പം കൊടുത്തിടണം, പെട്ടെന്ന് പോയിട്ട് താങ്കൾ വാരിക വേണം. നാളുകളായിട്ട് ആഹാരമൊന്നും തന്നെ മോളുകായിട്ടേ ഇല്ലല്ലോ എന്റെ പൊന്നെ, പട്ടിണി മാറ്റുവാൻ അല്പം കൊടുത്തിടണം, പെട്ടെന്ന് പോയിട്ട് താങ്കൾ വാരിക വേണം. നബിയുടെ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് നനയിച്ചു. ലോകത്തിന്റെ നേതാവ് കുടുംബവും പട്ടിണിയിൽ. പടച്ചവനെ, ഇതെങ്ങനെ സഹിക്കും? വേണമെങ്കിൽ ഉഹുദ് പർവ്വതം സ്വർണമാക്കി കൊടുക്കാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. എന്നിട്ടും ഇതാണ് സത്യവിശ്വാസിയുടെ ദുനിയാവ്. ഭക്ഷണമെല്ലാം കഴിച്ച് റാഹത്തിരിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരോട് പറഞ്ഞു, നാളെ പടച്ചോന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയണം മറുപടി, തന്നുള്ള നിമത്തും റഹ്മത്തും ഒക്കെയും നമ്മൾ ചിലവാക്കിയപ്പടി. നാളെ പടച്ചോന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയണം മറുപടി, തന്നുള്ള നിമത്തും റഹ്മത്തും ഒക്കെയും നമ്മൾ ചിലവാക്കിയപ്പടി. തീർച്ചയായും ഈ അനുഗ്രഹത്തെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അത് കേട്ടും സിദ്ദീഖ് ഉമർ കിറുകിടാവ് ഇറക്കാൻ തുടങ്ങി. തിന്നതെല്ലാം അല്പനേരം കൊണ്ട് ദഹിച്ചു പോയി. പടച്ചവനെ, ദുനിയാവ് സുഖിക്കാനുള്ളതല്ലോ, ഞങ്ങൾ സുഖിച്ചു പോയോ? അബൂ അയ്യൂബ് അൻസാരിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്ത് നബിയും കൂട്ടുകാരും പിരിഞ്ഞു. ഒരു നേരം തിരുമേനി അബൂ അയ്യൂബ് അൻസാരിയോട് പറഞ്ഞു, താങ്കൾ നാളെ എന്റെ വീട്ടിലേക്ക് വരാം. അബൂ അയ്യൂബ് അൻസാരി സമ്മതിച്ചു. സുഹൃത്തുക്കളെ, പിറ്റേന്ന് അബൂ അയ്യൂബ് അൻസാരി റസൂലിന്റെ വീട്ടിലെത്തി. ഇങ്ങോട്ട് ഉപകാരം ചെയ്തോർക്ക് നൽകണം, അങ്ങോട്ട് മുന്തിയ സമ്മാനമാകണം. നബിയാർ കൊടുത്തല്ലോ പെൺകുട്ടി ഒന്നീനെ, നന്മകൾ ചെയ്യാനായി കൂടെ പറഞ്ഞല്ലോ. ഇങ്ങോട്ട് ഉപകാരം ചെയ്തോർക്ക് നൽകണം, അങ്ങോട്ട് മുന്തിയ സമ്മാനമാകണം. നബിയാർ കൊടുത്തല്ലോ പെൺകുട്ടി ഒന്നീനെ, നന്മകൾ ചെയ്യാനായി കൂടെ പറഞ്ഞല്ലോ. ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് അതിനെ മുന്തിയത് കൊണ്ട് പ്രതികാരം ചെയ്യൽ നബിയുടെ പതിവാണ്. വീട്ടിലെത്തി അൻസാരിക്ക് ഒരു പെൺകുട്ടിയെ സമ്മാനിച്ചുകൊണ്ട് റസൂൽ കരീം പറഞ്ഞു, ഇതിന് നിങ്ങൾ നന്മയിൽ പെരുമാറുക. പെൺകുട്ടിയുമായി അൻസാരി വീട്ടിലെത്തി ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം ഓർമ്മിപ്പിച്ചു. അപ്പോൾ സദ്വൃത്തിയായ വഹ്യരത്നം പറഞ്ഞത് എന്താണെന്നോ? അഹദോന്റെ നബി ചൊല്ലും തിരുവാക്കിൽ പതിരില്ല, അതിനാലെ അവളെ നാം അയച്ചിടാം. ഭൂവിൽ അഹോരാത്രം സ്വതന്ത്രയായി വിലസിടട്ടെ. അഹദോന്റെ നബി ചൊല്ലും തിരുവാക്കിൽ പതിരില്ല, അതിനാലെ അവളെ നാം അയച്ചിടാം. ഭൂവിൽ അഹോരാത്രം സ്വതന്ത്രയായി വിലസിടട്ടെ. ഇവൾ അടിമപ്പെണ്ണാണല്ലോ, ഇവളോട് നന്മയിൽ പെരുമാറാനല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്കിൽ ഇവളെ നമുക്ക് സ്വതന്ത്രയാക്കാം, അടിമിച്ചങ്ങനെ ഇവളിൽ നിന്ന് നമുക്ക് ദൂരെ കളയാം. അതിങ്ങനെ നല്ല ഭാര്യയുടെ അഭിപ്രായം. അതിന് നല്ലവനായ ഭർത്താവ് ശരിവെച്ചു. അങ്ങനെ ആ പെൺകുടി മോചിതായി. ശ്രോതാക്കളെ, ഇതോടെ ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിച്ചു. ഷഫാത്തിലിടം തനി റഹിമായോനെ, റഹിമായോനെ മുന്തമും സുവർത്തിൽ കിടന്നിടം ഉടക്കവും തരുപരനെ, തരുപരനെ. പറുദീസയിലുണ്ടൊരു മുല്ല, പരിഭാവനമായൊരസർമുല്ല, പരിശോഭിതമാണോ നബിയുള്ള, പരിശുദ്ധ റസൂലേ സല്ലല്ലാഹ്. പറുദീസയിലുണ്ടൊരു മുല്ല, പരിഭാവനമായൊരസർമുല്ല, പരിശോഭിതമാണോ നബിയുള്ള, പരിശുദ്ധ റസൂലേ സല്ലല്ലാഹ്. ലാവുത്തിനധിപതിനൂറേ, ലാവണ്യത്തിനൊളിപതിരേ, ലാവുത്തിനധിപതിനൂറേ,
ലാവണ്യത്തിനൊളി ബദറേ ലൗഹിൽ നിറഞ്ഞൊരു നായകരെ നബിയെ സബറേ റൂഹേ ലോകം പാടിത്തപുരാനവനേകിയതിന്നൂറേ ജിന്നും ജമലി ജിബാലും പറവകളൊക്കെ പടച്ചവനീയഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്ത് പെരുത്തൊരു പേരും അമ്മദരെ ജിന്നും ജമലി ജിബാലും പറവകളൊക്കെ പടച്ചവനീയഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്ത് പെരുത്തൊരു പേര് മുഹമ്മദരെ ഖുദ്സിന്റെ മിനാരമിലൂടെ മാനമിലേറി പറന്നവരെ മിറാജിൽ മഞ്ഞാനത്ത് മുനാജ നടത്തിയതും അജബേ മുനാജ നടത്തിയതും അജബേ താളത്തിൽ അറബണമുട്ടി ഈണത്തിൽ ദഫും കൊട്ടി ഈരാവ് പുലർന്നാരെന്നവർ വീട് മംഗളമേ ഇന്നീ ദുനിയാവിലലങ്കൃതമായവരെ നബിയെ സബറേ ഇന്നീ ദുനിയാവിലലങ്കൃതമായവരെ നബിയെ സബറേ ഇല്ല ഇന്നീ ലോകത്ത് ഈ റസൂലെ പോലൊരു മുത്ത് സൗജത്ത് ഖദീജത്തെന്നും സാന്ദർമഞ്ഞൂറ് അന്ന് അല്ലാമൽ പറയുന്നോനേകിയതിന്നൂറ് അന്ന് അല്ലാമൽ പറയുന്നോനേകിയതിന്നൂറ് ആരാരും വാഴ്ത്തുന്ന നീമേ റസൂലുള്ളാഹ് ആലത്തിനധിപതിയോനവനേകിയ മുത്തേ ഹൈറുള്ളാഹ് ആരാരും വാഴ്ത്തുന്ന നീമേ റസൂലുള്ളാഹ് ആലത്തിനധിപതിയോനവനേകിയ മുത്തേ ഹൈറുള്ളാഹ് ആദരവായ റസൂലോരെ പൂമുല്ല ആമ്പൽ തളിരിട്ടൊരു പൂമുട്ട നബി സല്ലല്ലാഹ് പൂമുട്ട നബി സല്ലല്ലാഹ് അർശിൽ അസദാ നബിയുള്ളാഹ് അബർ നബിയുള്ളാഹ് ആജത്ത് താജ ചാരും നിടു അബർ അഫമർ നിറമല്ലേ അജവർ കോപിൽ നൂറല്ലേ ആലംബമേ എണ്ടൂഹിലുമുദാ ഹാത്തിമുന്നബി പിറൈந்த നാടത് കണ്ട് മനവും കൊതിക്കൊണ്ട് കണ്ണിമ ചിമ്മാതെ നൂറ് കണ്ടവരുണ്ട് കാണാൻ കൊതിയുണ്ട് ഹാത്തിമുന്നബി പിറൈந்த നാടത് കണ്ട് മനവും കൊതിക്കൊണ്ട് കണ്ണിമ ചിമ്മാതെ നൂറ് കണ്ടവരുണ്ട് കാണാൻ കൊതിയുണ്ട് കൽബേ പറക്കുമോ മദിനൂറ് കാണുമോ കൽബേ പറക്കുമോ മദിനൂറ് കാണുമോ കണ്ണാടി പോലെ കൽബ് കാണുന്ന സയ്യിദി കണ്ണീരിലായി കുതിർന്ന ഞാവിലാണ് ഞാൻ നബി കലങ്ങളേറെ പാരി ഞാൻ നടന്നു വാരിതി കഥങ്ങളേറെ ദൂരെയാണ് എന്റെ ഹൈറായ കാലികായ ഹാമിദി ഹാഷിം ഖുറൈശി നൂർ ഹമ്മദി അവരുചിച്ചെടുത്ത ഹൂദിയാണ് യാ നബി അതിം മനസ്സിനെ കിഴണ എന്റെ സയ്യിദി മദീനാവിലെ മലർവാടി മദീനാവിലെ മലർവാടി മത് പാടി നന്നാടി മിന്നും ദാരം മഹബൂബോരം മത് മധുനിനാന്ത മാധുരം മദീന മണ്ണിനാരവം മധുനിനാന്ത മാധുർ മദീന മണ്ണിനാരവം മനം കൊളിർത്ത് പാടിടുന്നു യാ നബിയേ മനം നിറച്ചിടുന്നു നൂറ് സന്നിധിയേ മിന്നിടുന്ന ജന്നമിലെ മാജിദാണ് സയ്യിദി മണ്ണിലെ സുഗന്ധം ഹാമിദി മനം കുളിർത്ത് ഇടുന്നു യാ നബിയേ മദീൻ മനം പൊളിച്ചിടുന്നു പല്ലവിയേ മദീൻ മനം തെളിച്ചിടും വനിയേ മധുധാരയായി പൊഴിച്ചിടുന്നു പല്ലവിയേ മധുരിനാന്ത മാധുരം മദീന മണ്ണിനാരവം മധുരിനാന്ത മാധുരം മദീന മണ്ണിനാരവം മനം കൊളർത്ത് പാടിടുന്നു യാ നബിയേ മനം നിറച്ചു പാടുന്നു സന്നിധിയേ അസ്സലാമലൈക്കും അയകൊത്ത മദീനത്തെ മഹമൂദരേ അകതാരില്ലാനുരാഗം നിറച്ച മുത്തേ അയകൊത്ത മദീനത്തെ മഹമൂദരേ അകതാരില്ലാനുരാഗം നിറച്ച മുത്തേ അബ്ദുള്ള റളിയല്ലാഹു മകനായി
ആമിന ബീവിക്കരുമക്കനിയായി അലമിലാകെ കത്തും സിറാജായി അബ്ദുല്ലാഹുവിൻ മകനായി ആമിന ബീവിക്കരുമക്കനിയായി അലമിലാകെ കത്തും സിറാജ ഉലകത്തിൻ റഹ്മത്തായി അണഞ്ഞ മുത്തേ ഉടയോന്റെ അമരാലെ വിളങ്ങും സത്തേ അയകൊത്ത മദീനത്തെ മഹമൂദരേ അകതാരിൽ അനുരാഗം നിറച്ച മുത്തേ നിറച്ച തിങ്കൾ റബീഉൽ അവ്വലിലന്നേ ഏകൽ പിറന്നു താരകമന്നേ നൂറിന ശോഭിതമായൊരു പൊന്നെ തിങ്കൾ റബീഉൽ അവ്വലിലന്നേ ഏകൽ പിറന്നു താരകമന്നേ നൂറിന ശോഭിതമായൊരു പൊന്ന് ഉലകത്തെ മുഹബബ്ബ മതിയാനിധിയേ പരിശുദ്ധ ദീനിൽ മകുടം ചാർത്തിയ നൂറേ അയകൊത്ത മദീനത്തെ മഹമൂദരേ അകതാരിൽ അനുരാഗം നിറച്ച മുത്തേ അമ്പിയ മുമ്പരഹാത്തിൻ നബിയേ അമ്പവനേകിയ സൽഗുണമണിയേ നാളെ ശഫാഅത്തേകും തണിയേ അമ്പിയ മുമ്പരഹാത്തിൻ നബിയേ അമ്പവനേകിയ സൽഗുണമണിയേ നാളെ ശഫാഅത്തേകും തണിയേ നോക്കിടണേ ഞങ്ങളുടെ കൽബകം ഹബീബയോരേ ചാരത്തായി ഞങ്ങളെ ചേർക്കണേ റസൂലുള്ളാഹേ അയകൊത്ത മദീനത്തെ മഹമൂദരേ അകതാരിൽ അനുരാഗം നിറച്ച മുത്തേ റാഹത്തകീലും തിരുറൗള മനമയക്കും ഉബ്ബത്തുൽ അദ്റ റബ്ബയഫീകി ഗണനദ്റ റാഹത്തകീലും തിരുറൗള മനമയക്കും ഉബ്ബത്തുൽ അദ്റ റബ്ബയഫീകി ഗണനദ്റ എല്ലാ സലാത്തും സലാമും ഏകണേ മന്നാനേ മാണിക്യ പൂവിനെ കാണാൻ പോകണം ഹന്നാനേ അയകൊത്ത മദീനത്തെ മഹമൂദരേ അകതാരിൽ അനുരാഗം നിറച്ച മുത്തേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രൗഢമായ നബിദിന വേളയിൽ അറിവനുഭവങ്ങളുടെ ആനന്ദം എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും ഇല്ലാത്തവനും സമന്മാരാണോ എന്ന ഖുർആനിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അറിവും വിവേകവുമാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്നത്. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? അധികാരം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം നേടിയെടുക്കാനുള്ള മാർഗമെന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം മനുഷ്യനെ തിരിച്ചറിവുള്ളവനാക്കാനാണ്. വിദ്യാഭ്യാസത്തിന് ശ്രേഷ്ഠമായ ലക്ഷ്യമുണ്ട്. അറിവിന്റെ ഭണ്ഡാരപ്പുരകളായി ഗുരുവോടെ നടക്കാനല്ല യഥാർത്ഥത്തിൽ ജ്ഞാനി. ചുറ്റും നടക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന ഭാവത്തിൽ കണ്ണടിച്ചിട്ടൊന്നുമല്ല. അക്കാഡമിക് യോഗ്യത കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനാവില്ല ജ്ഞാനം. അറിവ് നേടിയവൻ സക്രിയനായിരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. അറിവിൽ നിന്ന് ഉരുവം കൊള്ളുന്ന തിരിച്ചറിവാണ് പ്രധാനം. പ്രയോഗിക്കാത്ത അറിവിനെ പിശുക്കനെ കാവ് പിടിച്ച നാണയത്തോടാണ് തങ്ങൾ ഉപമിച്ചത്. അറിവ് നേടിയ ധർമ്മകാരികളെ തിരുത്തുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉയർന്നേഞ്ഞ എന്നാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. ഇതേ വിഷയത്തിലേക്ക് തന്നെയാണ് തങ്ങളുടെ വാക്യങ്ങളും വിരൽ ചൂണ്ടുന്നത്.
അറിവുള്ളവൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവനാവണം. ഈ പ്രപഞ്ചത്തിലെ തന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മാനവികബോധമുള്ള ചുറ്റുപാട് നിരന്തരം നിരീക്ഷിക്കുന്ന അവരുടെ വേദന തന്റെ നോവായി അനുഭവപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാനസിക തലം രൂപപ്പെടുന്നത്. ദേശീയവും അന്തർദേശീയവുമായ ശതക്കണക്കിന് വിദ്യാഭ്യാസ കമ്മീഷനുകളും ധാർമ്മിക സദാചാരവുമുള്ള മൂല്യാധിഷ്ഠിതമായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയ എന്ന അർദ്ധശങ്കക്കിടമില്ലാത്ത വിധം ഊന്നി പറയുകയും സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന കാതലായ പ്രശ്നം. മാനവിക ബോധമുള്ള ചുറ്റുപാട് നിരന്തരം നിരീക്ഷിക്കുന്ന അപരന്റെ വേദന തന്റെ നോവായി അനുഭവപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാനസിക തലം രൂപപ്പെടുന്നത്. ഇതൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന കാതലായ പ്രശ്നം. മാനവിക ബോധമുള്ള ചുറ്റുപാട് നിരന്തരം നിരീക്ഷിക്കുന്ന അപരന്റെ വേദന തന്റെ നോവായി അനുഭവപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാനസിക തലം രൂപപ്പെടുമ്പോഴാണ് സാമൂഹിക ബോധമുള്ളത്. മാനവിക ബോധമുള്ള അസ്സലാമു അലൈക്കും.